മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാ അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കുവോ അല്ലേ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. ഈ അച്ഛൻ അവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ. ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 100-300 വരികയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന? എടാ ചെറുക്ക, ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ ഒന്ന് അടങ്ങ്. അമ്മായി ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടിയെടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. കോരമോട് അതെ, പെണ്ണിന്തച്ച. പെരുന്തച്ചനോ? ദേ ഈ ഇരിക്കുന്നതേ പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈ സ്വാമി അല്ല. മനസ്സിലായ പെണ്ണിന്തച്ചന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടീക്ക്, ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടി ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയാ പോരെ? എന്തു പറയുന്നു? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിയിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ പോരെ. കുഞ്ഞലിയോ പെങ്കൊച്ചെങ്ങനെ ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി? എന്താ വല്ലാതിരിക്കുന്നേ? ഇഷ്ടമായില്ലേ? ഒരാപതുണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. അല്ലമ്മായി, ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കെട്ടിയെന്നളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും ഭ്രാന്തനായിരുന്നോ? ശരിക്കും ഭ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ. ചിരിച്ചോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസ. എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടേ. നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട മോനെ? അഭിലാഷേ വെറും 30 സെക്കൻഡ് അല്ലേ? കൊടുക്കണ്ട അഭിലാഷേ. കുളിക്കാൻ ചൂടുവെള്ളം. അഭിലാഷ് കൊടുക്കുന്നേ. എവിടാ കൂട്ടി കേറിയോ? കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാന വളയുണ്ടേ കൊളമാവിലോ? കൊളമാക്കല്ലേ, ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു? ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. എന്താടാ ദാമോദര? ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ? എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായെന്ന് ദേ ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടികളാ.
രുക്കുവേടത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാകാനുള്ള പച്ചക്കുടി. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്രാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വല്ലതും നടന്നു? അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ. നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോൾ സാറിന്റെ കുഴപ്പമായോ? എടുപിടിയെന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയാലോ? അത് ശരിയുമല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ജോലിയുള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്. 5, 6, 7 and you gotta show it up later. 5, 6, 7 and gotta see you later. My baby check me out now. അതെ, നമ്മൾ അങ്ങോട്ടാണ് ഇത്ര മസിൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ, ബലം പിടിക്കാൻ മതിയല്ലോ. മതി. എന്താ വെച്ചിരിക്കുന്നത്? പൊട്ട സ്റ്റെപ്പ്. തനിങ്ങോട്ട് വന്ന് എന്താ കൃപേഷ്? അല്ല സാറേ, ഷർട്ട് തുന്നാൻ അറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കൊറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ, സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ, ഞാനിപ്പോ വരാം. ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആയിക്കോട്ടെ സാർ. ശീലമായി പോയി സാർ. ഓ, സ്ക്രിപ്റ്റ് ആയിട്ട് വന്നായിരിക്കും അല്ലേ? യെസ്, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സാർ, ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോടൊന്നും വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങൾ 100 ഡേയ്സ് ഓടിയ പടങ്ങളാണ്. ഇപ്പോൾ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാഹചര്യൻ്റെ ഒരു സിനിമയും തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്നും അന്വേഷിച്ചു നോക്കും. അല്ല സാർ, ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ല. ബട്ട് ബിലീവ് മീ, എന്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതെപ്പോ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കുമോ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല. സാർ, നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഇല്ല, ഒരിക്കലും. ഓക്കെ, എന്നാൽ നമുക്ക് ഇരിക്കാം സാർ. അരുൺ, ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല് സാർ എന്നെ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ. അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പം നമ്മൾ സേഫാ. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയനുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക. ഹലോ പ്രതീഷ്. ആയിടോ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റന്നാളാണ് തനിക്ക് ഷൂട്ട്. താൻ ഫ്രീ ആണല്ലോ അല്ലേ? ഫ്രീ ആണ്. പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡ്യൂറ്റ് റൗണ്ടിലാണ്. ആ കൃഷ്ണനോണി ഇല്ലേ, പുള്ളിയാണ് തൻ്റെ ഒപ്പം ഡ്യൂറ്റ് പാടുന്നത്. പിന്നെ സിനിമാ പാട്ടല്ല, ഇപ്രാവശ്യം പുതിയ വരികൾ 2 പേരും കൂടി കമ്പോസ് ചെയ്തോണം പാടാൻ, കേട്ടാ? അയ്യോ, ട്യൂൺ കമ്പോസ് ചെയ്യാനൊന്നും എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, 2 പേരും കൂടി ഫോണിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ തന്നെ വരികൾ അയച്ചു തരാം. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ? ഓക്കെ, ശരി എന്നാൽ. കൃഷ്ണനുണ്ണി, തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറെ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു 2 മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ?
ഇന്നാളെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്. അല്ലാതെ ഞാനിത് തന്നോട് പറയാമല്ലോ, ഈ വണ്ടിയുടെ RC ബുക്ക് പോലും പണയത്തില്ല. 1-2 മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല. അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടക്കും. അതിൽ കൃഷ്ണൻ ഉണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്. അതെന്റെ വാക്കാ. തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ.